നസ്കർ, അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചിട്ട് 1.5 മാസം പൂർത്തിയാവുകയാണ്. ആ യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ ദിനമാണിന്ന്. യുദ്ധം അനായാസം ജയിക്കുമെന്ന് കരുതി ആരംഭിച്ചത് ഇപ്പോൾ എങ്ങനെ അവസാനിപ്പിക്കും എന്ന് കരുതി ആശങ്കപ്പെടുന്ന അവസ്ഥയിലെത്തി. അതിനുവേണ്ടി എല്ലാ പരിശ്രമങ്ങളും ഭീഷണിയും മുന്നറിയിപ്പുകളും കൊടുത്തിട്ടും ഫലവത്താകാതെ വന്നതോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തൻ്റെ മുട കളഞ്ഞ് താഴേക്കിറങ്ങി വന്ന് ഒത്തുതീർപ്പിന് പരിശ്രമിച്ചതിൻ്റെ ഭാഗമാണ് ആദ്യമായി ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയ്ക്ക് വേണ്ടി ട്രംപ് നടത്തിയ വിട്ടുവീഴ്ചകൾ ഈ ചർച്ച വിജയിച്ചാലും ഇല്ലെങ്കിലും യുദ്ധചരിത്രത്തിലെ നിർണായക എപ്പിസോഡുകളായി കുറിക്കപ്പെടും. ചർച്ചയ്ക്ക് മുന്നോടിയായി 2 പ്രീ കണ്ടീഷനുകളാണ് ഇറാൻ ആവശ്യപ്പെട്ടത്. രണ്ടും നടപ്പിലാക്കിയോ ഇല്ലയോ എന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഇറാൻ പറയുന്നു തങ്ങളുടെ 2 പ്രീ കണ്ടീഷൻസും അംഗീകരിച്ചതുകൊണ്ടാണ് ചർച്ചയ്ക്ക് വേണ്ടി പാകിസ്ഥാനിലേക്ക് വിമാനം കയറിയതെന്ന്. ഒന്ന്, ഇറാൻ്റെ അസറ്റുകൾ മരവിപ്പിച്ചത് പിൻവലിക്കണം എന്നതും. 2, ലെബനോനിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം നിർത്തിവയ്ക്കണമെന്നതുമാണ്. ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം ഈ ചർച്ചയുടെ വിഷയമേ അല്ല. അതൊരു തരത്തിലും തങ്ങൾ അംഗീകരിക്കില്ല. ലെബനോനുമായി ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ അത് വേറെ കാര്യം. അമേരിക്കയും ഇറാനും തമ്മിൽ ഇറാനിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന യുദ്ധം നിർത്താൻ വേണ്ടി നടത്താൻ പോകുന്ന ചർച്ചയിൽ ഒരിക്കലും ഹിസ്ബുള്ള വിഷയമല്ല എന്ന് ഇസ്രായേൽ തറപ്പിച്ചു പറയുമ്പോഴും അമേരിക്കയ്ക്ക് മുമ്പിൽ ഇറാൻ വെച്ചിരിക്കുന്ന 2 പ്രീ കണ്ടീഷനുകൾ ഇവയാണ്. ഇവയെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. ഇന്നലെ രാത്രിയിൽ ലെബനോനിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാവിലെ ആക്രമിച്ചു, 12 പേർ കൊല്ലപ്പെട്ടു. പക്ഷെ അതിനുശേഷം ആക്രമണം ഉണ്ടായില്ല. ബുധനാഴ്ചത്തെ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ ബെയ്റൂട്ടിൽ 357 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രിയിൽ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് കൂടുതൽ വാശിയോടെ ഇസ്രായേൽ ആക്രമിച്ചത്. ആ ഇസ്രായേൽ അവിടെ യുദ്ധം നിർത്തിവെച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഇറാൻ മുമ്പോട്ട് വെച്ച 2 പ്രീ കണ്ടീഷൻസും അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ ചർച്ചയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നു. ചർച്ചയ്ക്ക് പോകുന്നത് നിസ്സാരക്കാരല്ല. അത് ചർച്ചയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണം, അതിനധിക ചർച്ചയ്ക്കുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് ഈ ചർച്ചാശ്രമം അതീവ ഗൗരവത്തോടെ കാണണം എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് അമേരിക്ക അയച്ചിരിക്കുന്ന 2 പ്രതിനിധികൾ. വൈസ് പ്രസിഡന്റ് JD വാൻസാണ്, കൂടാതെ സ്റ്റീവ് വിറ്റ്കോഫ് എന്ന പശ്ചിമേഷ്യൻ പ്രതിനിധി. 2 പേരെയും അയച്ചിരിക്കുകയാണ്. ട്രംപിൻ്റെ മരുമകൻ സാധാരണ ഇത്തരം ചർച്ചകളിൽ പോവാറുണ്ട്. സ്റ്റീവ് വിറ്റ്കോഫിനൊപ്പം ഇക്കുറിയില്ല. സ്റ്റീവ് വിറ്റ്കോഫും JD വാൻസും അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാനിലേക്ക്. ഇന്ന് പാകിസ്ഥാനിൽ എത്തുമെന്നും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ചർച്ച ആരംഭിക്കുമെന്നുമാണ് റിപ്പോർട്ട്. ഇറാൻ്റെ സുപ്രീം ലീഡർ അടക്കമുള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാനിൽ ഇപ്പോൾ ശക്തിയോടുകൂടി നിലകൊള്ളുന്നത് 2 പേരാണ്. പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗൽ ഖലീബാസദും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയും. ഈ 2 പേരാണ് ഇപ്പോൾ ഇറാന് വേണ്ടി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ഇറാൻ്റെ പ്രതിനിധികളായി നമുക്കറിയാവുന്ന ഈ 2 പേരും ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അവർ എത്തപ്പെട്ടിരിക്കുന്നു, പാകിസ്ഥാനിൽ എത്തിയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവർ പാകിസ്ഥാനിൽ ചർച്ചയ്ക്ക് എത്തണമെങ്കിൽ അവരുടെ പ്രീ കണ്ടീഷൻ അംഗീകരിക്കണമല്ലോ. അപ്പോൾ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ചർച്ചയാണ്. ഇതിനപ്പുറത്തേക്കൊരു ചർച്ച സാധ്യമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അവസാനത്തെ നീക്കം എന്ന തരത്തിൽ ഇതിനെ കാണേണ്ടതുണ്ട്. ഇറാൻ ജയിച്ചാണ് ചർച്ചയ്ക്ക് പോകുന്നത്. ഇറാൻ പറയുന്നത് തങ്ങളെ ആക്രമിച്ചു, അവർക്ക് വേണമെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ചു പോകാം. തങ്ങളായി തിരിച്ചടിക്കാതിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് എന്ന് പറഞ്ഞ് 10 കണ്ടീഷൻ വെച്ചിരിക്കുന്നു. ആ 10 കണ്ടീഷനിൽ ആദ്യത്തേതൊഴികെ, അതായത് ആക്രമണം അവസാനിപ്പിക്കുക എന്നതൊഴികെ ബാക്കി 9ഉം സ്വീകാര്യമല്ല. അത് നടപ്പിലാക്കിക്കൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് യുറേനിയം എൻറിച്ച്മെൻറ്റ്, അതായത് ആണവ സമ്പുഷ്ടീകരണ കരാറാണ്. ഇറാൻ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അണുവായുധം ഉണ്ടാക്കുന്നില്ല, സിവിലിയൻ ഉപയോഗത്തിന് വേണ്ടി, പവർ പ്ലാന്റിന് വേണ്ടി ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു എന്നാണ്. അത് പക്ഷേ അണുവായുധമുണ്ടാക്കാനാണെന്നാണ് ഇസ്രായേലും അമേരിക്കയും പറയുന്നത്. അത് തകർക്കാൻ വേണ്ടിയാണ് അവർ പരിശ്രമിച്ചത്. അവർക്കതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അതിന് ഞങ്ങൾക്ക് അനുമതി നൽകണം. നിയമപരമായി തന്നെ നിങ്ങളുടെ എതിർപ്പില്ലാതെ ഞങ്ങളത് നടത്തും. ഞങ്ങളുടെ മേൽ ഉപരോധങ്ങളെല്ലാം പിൻവലിക്കണം. ഞങ്ങൾക്കുണ്ടാക്കിയിരിക്കുന്ന നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. അമേരിക്ക പശ്ചിമേഷ്യയിൽ നിന്നും ഇറങ്ങിപ്പോകണം. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും ഒഴിപ്പിക്കണം. ഹിസ്ബുള്ള അടക്കമുള്ള ഇസ്രായേൽ ടാർഗറ്റുകൾ നിർത്തിവയ്ക്കണം. ഇത്തരത്തിൽ
വളരെ വിചിത്രമായ 10 നിർദ്ദേശങ്ങളാണ് ഇറാൻ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഇറാൻ സാമ്രാജ്യം വളരാനും പശ്ചിമേഷ്യയുടെ നിയന്ത്രണം ഇറാൻ്റെ കയ്യിൽ വരാനുമുള്ള നിർദ്ദേശങ്ങളാണ്. ഇതിൽ ഒന്നിനെങ്കിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാൽ അത് ഞെട്ടിക്കുന്ന തിരിച്ചടിയാവും. ഈ 10 നിർദ്ദേശങ്ങളും ചർച്ചയ്ക്ക് സ്വീകാര്യമാണ് എന്ന് അമേരിക്ക പറയുമ്പോൾ അതിലൊരു അപകടമുണ്ട്. വാസ്തവത്തിൽ ഈ ഒരു ഫോർമാറ്റിൽ എങ്ങനെ ചർച്ച നടത്തും എന്നുള്ള ആശയക്കുഴപ്പം ബാക്കിയുള്ളപ്പോഴും അമേരിക്ക ചർച്ചയ്ക്ക് തയ്യാറായത് തലയൂരാൻ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അക്ഷരാർത്ഥത്തിൽ അടിയറവ് പറഞ്ഞുള്ള പിന്മാറ്റമായി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇസ്രായേൽ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് മാത്രമാണ് അറിയേണ്ടത്. അമേരിക്ക ഇറാന് സമ്പൂർണ്ണമായി കീഴടങ്ങുമോ ഇല്ലയോ എന്ന് ഇന്നറിയാം. ഇറാൻ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ല എന്ന് പറഞ്ഞ് ചർച്ചയ്ക്ക് പോകുമ്പോൾ മുമ്പോട്ട് വച്ചിരിക്കുന്ന 10 നിർദ്ദേശങ്ങളിൽ 5 എണ്ണമെങ്കിലും അംഗീകരിച്ചാൽ പോലും ഇറാൻ്റെ വിജയമാണ്. എന്തിനേറെ ഒരെണ്ണം അംഗീകരിച്ചാൽ പോലും ഇറാൻ്റെ വിജയമാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച ഇറാൻ അനുകൂലമായി ഒന്നുകിൽ അവശേഷിക്കും, അല്ലെങ്കിൽ ഇറാനോട് തുറന്നു പറയാൻ പറ്റുന്ന സാഹചര്യമാണ്. ഇറാൻ്റെ നിലവിലുള്ള ഭരണാധികാരികളോട് തുറന്ന് കാര്യങ്ങൾ പറയാൻ അമേരിക്കയ്ക്ക് പറ്റും. കാരണം അത്രയും പ്രധാനപ്പെട്ട ഡെലിഗേറ്റുകളാണ് എത്തുന്നത്. അങ്ങനെ അന്ത്യശാസനം കൊടുക്കുകയും ഈ ചർച്ച നീട്ടി മുമ്പോട്ട് കൊണ്ടുപോയി ഇറാനെ ആശയക്കുഴപ്പത്തിലാക്കി പകരം അപ്രതീക്ഷിതമായി ആക്രമണം നടത്തുകയും ആവാം ഒരുപക്ഷെ അമേരിക്കയുടെ സ്ട്രാറ്റജി എന്ന് സംശയിക്കുന്നവരേറെയാണ്. ഇത്തരം നിബന്ധനകളൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ സമയം നീട്ടിയെടുക്കാൻ വേണ്ടി അമേരിക്ക നടത്തുന്ന അടവാകാം. ചർച്ച നടക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ അമേരിക്ക ഇറാനെ ആക്രമിച്ചേക്കുമെന്ന് പറയുന്നവരുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായി ട്രംപ് പുലർത്തിയിരുന്ന സംയമനം വിട്ട് ഇന്നലെ വീണ്ടും ഒരിക്കൽ കൂടി ട്രംപ് ഭീഷണിപ്പെടുത്തി. ഇത് ഇറാൻ്റെ മുമ്പിലുള്ള അവസാനത്തെ വഴിയാണ്. നിങ്ങൾ ചർച്ചയ്ക്ക് വന്ന് ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ആയുധം നിറച്ച കപ്പലുകൾ റെഡിയാക്കിയിരിക്കുന്നു, ഈ കപ്പലുകൾ നിങ്ങളെ വിഴുങ്ങും എന്ന് ട്രംപ് ഇന്നലെയും പറഞ്ഞു. നേരത്തെ ഇത്തരം പല മുന്നറിയിപ്പുകളും ട്രംപ് കൊടുത്തിരുന്നു, അതൊന്നും ഫലിച്ചില്ല. ഒടുവിൽ ട്രംപ് വിട്ടുവീഴ്ച ചെയ്ത് സമ്പൂർണ്ണമായി കീഴടങ്ങി ഇറാനുമായി ചർച്ചയ്ക്ക് സാഹചര്യം ഒരുക്കി കൊടുത്തു. ഈ ചർച്ച പൊളിഞ്ഞാൽ എന്തു ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാകുമ്പോൾ ട്രംപ് വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് നല്ലത് ചർച്ചയ്ക്ക് വഴങ്ങുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ആയുധം ശരിയാണെന്ന്. ഇവിടെയാണ് ഏറ്റവും നിർണായകമായ ചോദ്യം പ്രസക്തമാവുന്നത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും എങ്ങനെ ഈ കരാറുകൾക്ക് മുമ്പിൽ വഴങ്ങാൻ പറ്റും? അങ്ങനെ വഴങ്ങിയില്ലെങ്കിൽ ഇറാൻ യുദ്ധത്തിൽ നിന്നും പിന്മാറുകയില്ല എന്ന് വന്നാൽ എങ്ങനെ തലയൂരി പോകും? ഇവിടെയാണ് ലോകം ആശങ്കപ്പെടേണ്ടത്. തോൽക്കുന്ന സാഹചര്യമുണ്ടാവുമ്പോൾ അമേരിക്ക ആ കടും കൈ ചെയ്യുമോ എന്ന്. അതായത് അമേരിക്കയുടെ മുമ്പിൽ ഏക വഴിയായി അണുവായുധം വന്നാൽ, അണുവായുധം ഇറാനിലിടാൻ തീരുമാനിച്ചാൽ അതിൻ്റെ തിരിച്ചടി ലോകത്തിന് മുഴുവനാകും. ഇറാൻ ജനതയെ ചുട്ടുകൊല്ലുന്നതിന് സാഹചര്യമൊരുങ്ങും. മാത്രമല്ല ഇതിൻ്റെ അണുവികരണം പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിച്ചെന്ന് വരാം. അണുബോംബിൽ നിന്ന് രൂപപ്പെടുന്ന വലിയ മേഘങ്ങൾ അവ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയെന്ന് വരാം. ഒരുപക്ഷെ ഇന്ത്യൻ ആകാശത്തേക്ക് പോലും ഈ അണുവികരണങ്ങൾ വന്നെന്ന് വരാം. പക്ഷെ മറ്റൊരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ അമേരിക്ക അണുബോംബിടുമോ എന്ന് പോലും ആളുകൾ സംശയിച്ചു തുടങ്ങി. എന്തായാലും ഇന്ന് നിർണായകമാണ്. ഇന്നത്തെ ചർച്ച വിജയിച്ചാലും പൊളിഞ്ഞാലും ലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന് ആശങ്കയുണ്ട്. വിജയിക്കണമെങ്കിൽ ഇറാൻ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെങ്കിലും അംഗീകരിച്ചു കൊടുക്കണം. അതിലേത് അംഗീകരിച്ചാലും അത് ലോകക്രമത്തെ മാറ്റിമറിക്കും. പരാജയപ്പെട്ടാൽ യുദ്ധം ഒരിക്കലും അവസാനിക്കാത്ത സാഹചര്യമുണ്ടാവും. അമേരിക്കയ്ക്ക് കടും കൈ ചെയ്യേണ്ടി വരും. എന്തായാലും ആശങ്കപ്പെടുത്തുന്ന ദിനങ്ങളാണ് കടന്നു പോകുന്നത്. ഇന്ന് ഇറാൻ യുദ്ധത്തിലെ ഏറ്റവും നിർണായകമാണ്. ഇതിനിടയിൽ വാഷിങ്ടണിൽ വെച്ച് ലെബനോന്റെയും ഇസ്രായേലിൻ്റെയും പ്രതിനിധികൾ ചർച്ച നടത്തുന്നെന്ന് ലെബനോൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ അതിനൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ലെബനോനും ഇസ്രായേലും തമ്മിലാണ് ചർച്ച. അത് ഇപ്പോഴുള്ള അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചയുമായി ബന്ധമില്ല. ഹിസ്ബുള്ളയുമായി ഒരിക്കലും ഞങ്ങൾ നേരിട്ട് ചർച്ച നടത്തില്ല, ലെബനോനുമായി മാത്രമേ ചർച്ച നടത്തൂ. ഹിസ്ബുള്ളയെ തീർക്കുക എന്നത് ഞങ്ങളുടെ പ്രഖ്യാപനമാണ് എന്ന് പറഞ്ഞ് ഇസ്രായേൽ തലയൂരാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലത്തെ ഒരു പ്രത്യേകത കാര്യമായ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായില്ല എന്നതാണ്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് കാര്യമായ ആക്രമണമില്ലാതെ ഒരു ദിനം കടന്നു പോകുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കൊന്നും ഇന്നലെ ആക്രമണം ഉണ്ടായില്ല. ചർച്ച ഗൗരവത്തോടെ ഇരു രാജ്യങ്ങളും എടുക്കുന്നു എന്നതിൻ്റെ സൂചനയായി അത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇതുവരെ ആയിരക്കണക്കിന് മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. കൂടുതലും കൊല്ലപ്പെട്ടത് ലബനോനിലും ഇറാനിലുമാണ്. അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൻ്റെ ഭാഗമായി ഇറാനിൽ 2076 പേർ കൊല്ലപ്പെടുകയും 26,500 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തപ്പോൾ ലെബനോനിൽ 1830 പേർ കൊല്ലപ്പെടുകയും 4927 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം ബാക്കി എല്ലായിടത്തും ഇറാന്റെ ആക്രമണത്തിലാണ് അപകടമുണ്ടായത്. ഇറാഖിൽ 118 പേർ കൊല്ലപ്പെട്ടു,
ജോർദാനിൽ 29 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിൽ 26 പേർ കൊല്ലപ്പെടുകയും 7451 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കുവൈറ്റിൽ 7 പേർ കൊല്ലപ്പെട്ടു. സൗദിയിൽ 3 പേർ കൊല്ലപ്പെട്ടു. UAE 12 പേർ കൊല്ലപ്പെട്ടു. അമേരിക്കൻ പട്ടാളക്കാർ 13 പേർ കൊല്ലപ്പെട്ടു. ഫലസ്തീനിൽ 4 പേർ കൊല്ലപ്പെട്ടു. സിറിയയിൽ 4 പേർ കൊല്ലപ്പെട്ടു. ഒമാനിൽ 3 പേർ കൊല്ലപ്പെട്ടു. അങ്ങനെ അനേകം പേർ ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അനേകം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവിടെയൊക്കെ പരിക്കേറ്റവരുടെ ലിസ്റ്റ് പോലും കൃത്യമായി പുറത്തു വന്നിട്ടില്ല. പശ്ചിമേഷ്യ മുഴുവൻ ബാധിക്കുന്ന തരത്തിലേക്ക് പടർന്നു പിടിച്ച യുദ്ധം ഇന്ന് അവസാനിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. അവസാനിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഇറാൻ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ലോകത്തിന് സമാധാനം തിരിച്ചു കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം.